2016 ശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരിനാണ് വന്നത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. ഒറ്റ കാര്യം മാത്രമേ നാം നോക്കിയിരുന്നുള്ളൂ. അത് വികസനത്തിനുതകുന്നതാണോ, നാടിന് ഗുണകരമാവുന്നതാണോ. അതിന് തടസ്സങ്ങൾ ഏത് തരത്തിലുണ്ടായാലും ആ തടസ്സങ്ങൾ നാടിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിജീവിക്കാനാണ് നാം ശ്രമിച്ചത്. അതിന് അതിൻ്റേതായ ഫലമുണ്ടായി. ഇതുമാത്രമല്ല, ഒട്ടേറെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായി ഇപ്പോൾ കേരളം കാണുന്ന, കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന പദ്ധതികൾ ഈ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഏതായാലും 2024 ജൂലൈയിൽ ഇവിടെ ആദ്യ മദർഷിപ്പ് വന്നു. 2025 മെയ് 2 ഈ തുറമുഖം നാടിന് സമർപ്പിക്കുകയും ചെയ്തു. ഇത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ നാട് കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇവിടെ പല കാര്യങ്ങളും നടക്കില്ല, ഒന്നും നേരെ ചൊവ്വേ നടക്കില്ല, ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുമുണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്. ഇവിടെ പലതും നടക്കും എന്ന് തന്നെ എല്ലാവരും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. 2ാം ഘട്ടം യഥാർത്ഥത്തിൽ 2ാം ഘട്ടമല്ല, ഇവിടെ സൂചിപ്പിച്ചു 2ഉം 3ഉം 4ഉം ഘട്ടങ്ങൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് 2ാം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ അദാനി പോർട്സും നല്ല സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ കരുണാദാനിയും ഇവിടെ വ്യക്തമാക്കിയത്.